ഈശോയിൽ പ്രീതിയുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ പുതിയ ദിനത്തിനായി നന്ദി രേഖപ്പെടുത്താം. ബുധനാഴ്ചയുടെ സബത്ത് സമാധാനത്തോടെയും വിശുദ്ധിയും അനുഭവിക്കുവാൻ തിരുസഭ നമ്മെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു. പ്രാർത്ഥനയിലൂടെ ഹൃദയം തുറന്നു വചനത്തെ ആലോചിക്കാനും നമുക്ക് കൈമാറപ്പെട്ട എല്ലാ ചുമതലകളെയും സന്തോഷങ്ങളെയും ആശങ്കകളെയും കർത്താവിന്റെ പാദപീഠത്തിൽ സമർപ്പിച്ചുകൊണ്ട് ധ്യാനം തുടങ്ങാം. ഇന്നത്തെ വചനങ്ങൾ നമ്മുടെ മനസ്സിനെ ആഴത്തിൽ തിരുത്തുന്നു. നേതൃത്വത്തിന്റെ, ഉത്തരവാദിത്വത്തിന്റെ, സാമൂഹിക ഐക്യത്തിന്റെ പ്രാധാന്യം നമ്മോടുള്ള ദൈവത്തിന്റെ സന്ദേശത്തിലൂടെ പ്രത്യക്ഷമാകുന്നു. പഴയ നിയമത്തിൽ മോശയുടെ കാലാവസാനം ഇസ്രായേൽ ജനതയുടെ ഭാവിയെ ചിന്തിപ്പിക്കുന്നു. ഒരു യുഗം അവസാനിക്കുമ്പോൾ, നേതാവ് ഇല്ലാതാകുമ്പോൾ എല്ലാവിധ ആശങ്കകളും ഉണ്ടാകാം. എന്നാൽ ദൈവം ഓരോ അവസാനത്തിലും പുതിയ വാതിലുകൾ തുറക്കുന്നു. സുവിശേഷത്തിൽ ഈശോ തന്റെ ശിഷ്യന്മാരെ, സഭയെ ഐക്യത്തോടെ മുന്നോട്ടു പോവാനുള്ള, തെറ്റുകൾ തിരുത്താനുള്ള, തമ്മിലുള്ള ബന്ധം സുഖകരമാക്കാനുള്ള വഴികളിലൂടെ കൈവച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്ന് നമ്മൾ ഒരുപാട് പ്രചോദനവും ആത്മവിശ്വാസവും നേടുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ആഗോളമായ, ആധുനികമായ ധ്യാനവായനയ്ക്ക് ഇത് സജ്ജമാണ്. ആഗ്രഹിച്ചാൽ ഞാൻ ഇതിന്റെ കൂടുതൽ ലളിതവും നേരിട്ടുള്ള പ്രാർത്ഥനാകൃതിയിലും മാറ്റിക്കൂട്ടിയ വേർഷൻ തയ്യാറാക്കാം. നിങ്ങൾക്ക് ആ വേർഷൻ വേണമോ? ജീവിതത്തിലെ ഒരു വ്യക്തിയുടെ അഭാവം അല്ലെങ്കിൽ ഒരു പ്രധാന നേതൃത്വം മാറിപ്പോകുന്നത് ദൈവം രൂപീകരിച്ച സമൂഹത്തെ തകർപ്പില്ല. മറിച്ച് നാം ഓരോരുത്തരും പരസ്പരം പിന്തുണയോടെ തെറ്റുകൾ തിരുത്തുകയും പ്രാർത്ഥനയിലൂടെ ഐക്യത്തോടെയുള്ള ദൈവ അനുഭവത്തിന് വിളിക്കപ്പെട്ടവരാണ്. ഒരാൾ പോയാലോ എല്ലാം അവസാനിച്ചതോ? ദൈവം പുതിയ വാതിലുകൾ തുറക്കും എന്ന സന്ദേശത്തെ അടിസ്ഥാനമാക്കി നമുക്ക് ഇന്ന് വചനം ശ്രവിക്കാം. തിരുസഭയിൽ നമുക്ക് ഒന്നാം വായനയായി നൽകിയിരിക്കുന്നത് നിയമാവർത്തന പുസ്തകത്തിലെ 34 അധ്യായത്തിലെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. മോശയുടെ അവസാന നിമിഷങ്ങളും ദൈവത്തിന്റെ അനുഗ്രഹവും വ്യക്തമാക്കുന്ന ഹൃദയസ്പർശിയായ ഭാഗം. മോശ മോവാബ് സമതലത്തിൽ നിന്നു നെബോ പർവ്വതത്തിലെ പിസ്ഗാ കൊടുമുടിയിൽ കയറി. ദൈവം അവനോട് കാണിച്ച അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവർക്കു വാഗ്ദാനം ചെയ്ത ദേശങ്ങൾ കണ്ടു. ഗോത്രങ്ങൾക്കായുള്ള വാഗ്ദാനത്തെ ദൈവം ഉറപ്പിച്ചു. പക്ഷേ അവിടെ കടക്കാൻ മോശയ്ക്ക് അനുമതിയില്ലായിരുന്നു. കർത്താവിന്റെ അനുഗ്രഹപ്രകാരമാണ് അവന്റെ മരണവും. അവൻ മോവാബിൽ നിർവികാരമായപ്പോൾ പുതിയ തലമുറയിലേക്കുള്ള ദൈവത്തിന്റെ ദൃഷ്ടി തുറന്നു. ഈ കഥ നമ്മെ സ്നേഹമുള്ളവരെ, മോവാബ് ദേശത്തിലെ താഴ്വരയിൽ മോശയെ സംസ്കരിച്ചു. എങ്കിലും ഇന്നുവരെയും അദ്ദേഹത്തിന്റെ ശവകുടീരം എവിടെയാണെന്ന് ആരും അറിയാറില്ല. മരിക്കുമ്പോൾ മോശയുടെ വയസ്സ് 120 ആയിരുന്നു. കണ്ണുകളുടെ കാഴ്ചയും ശരീരശക്തിയും പൂർണ്ണമായിരുന്നു. എന്നാൽ ജീവിതയാത്രയുടെ അവസാനത്തെ നിമിഷങ്ങളിൽ അദ്ദേഹം ദൈവം വാഗ്ദാനം ചെയ്ത ദേശത്തിന്റെ സാന്നിധ്യം നേരിൽ കണ്ടു. 40 വർഷക്കാലം അടിമത്തത്തിൽ നിന്ന് വാഗ്ദാനഭൂമിയിലേക്ക് നയിച്ച ഇടയനായി. ലക്ഷക്കണക്കിന് ഉഹലുകളെ ദൈവത്തിന്റെ കരങ്ങളിൽ ചേർത്തുപിടിച്ച് വളർത്തിയവനായിരുന്നു മോശ. ആ സ്വപ്നഭൂമിയുടെ അരികിൽ നിൽക്കുമ്പോഴും ദൈവം അദ്ദേഹത്തിനു പറഞ്ഞു, മോശേ, ഇതാണ് ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർ. മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ ഇത് വലിയ വേദനയായിരിക്കാം. ജീവിതകാലം മുഴുവൻ പരിശ്രമിച്ചതിന്റെ ഫലം നേരിടാതെ പോകുന്നത്. ബട്ട് മോശയുടെ മഹത്വം ഇവിടെ പ്രത്യക്ഷപ്പെടുന്നു. അവൻ ദൈവത്തോട് തർക്കിക്കുന്നില്ല. കാരണം അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു, ദൈവത്തിന്റെ പദ്ധതി വ്യക്തിയേക്കാൾ വലിയതാണ്.
മോശ ഒരു ഉപകരണം മാത്രമാണ്. അതിലൂടെ ദൈവത്തിന്റെ ആശയം സഫലമാകുന്നു. നമ്മുടെ ജീവിതത്തിലുമാണ് പലപ്പോഴും ഇതുപോലെ സംഭവിക്കുന്നത്. ഒരു വീട് പണിയുമ്പോഴും അതിന്റെ ഗൃഹപ്രവേശം കാണാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു. മക്കളെ വളർത്താൻ ദൈനംദിനം പരിശ്രമിക്കുമ്പോഴും അവരുടെ സന്തോഷം നേരിട്ട് അനുഭവിക്കാൻ കഴിയാതെ പോകുന്നു. ഒരു കമ്പനി വളർത്താൻ രാവുപകലും പരിശ്രമിച്ചാലും അതിന്റെ ഫലങ്ങൾ മറ്റാരോ അവൻ കണ്ടത് ഭൂമിയുടെ അതിരുകൾ മാത്രമല്ല, ദൈവത്തിന്റെ വാഗ്ദാനത്തിന്റെ സാക്ഷാത്കാരവുമായിരുന്നു. ദൈവത്തിന്റെ വാക്ക് എപ്പോഴും സ്ഥിരമാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അവൻ സമാധാനത്തോടെ അവന്റെ യാത്ര അവസാനിപ്പിച്ചത്. നമ്മുടെ ജീവിതത്തിലും ഫലങ്ങൾ നേരിട്ട് കാണാൻ കഴിയുന്നില്ലെങ്കിലും ദൈവത്തിന്റെ പദ്ധതി മറ്റൊരാളുടെ വഴി പൂർത്തിയാകുമെന്നും നമ്മൾ ചെയ്യേണ്ടത് പരിശ്രമിക്കുകയും ദൗത്യം നിഷ്ഠയോടെ പൂർത്തിയാക്കുകയും ചെയ്യുകയാണ്. വചനത്തിൽ പറയുന്നതുപോലെ അവന്റെ കണ്ണിന്റെ കാഴ്ച മങ്ങുകയോ ശരീരബലം ക്ഷയിക്കുകയോ ചെയ്തിരുന്നില്ല. 120 വയസ്സിലും മോശയുടെ യുവത്വവും ആത്മീയ ശക്തിയും ദൈവവുമായുള്ള ആഴമുള്ള ബന്ധത്തിന്റെ പ്രതിഫലനമാണ്. ദൈവത്തോടുള്ള മോശ മരിച്ചപ്പോൾ ഇസ്രായേൽ ജനത അനാഥരായില്ല. കാരണം അവൻ തന്റെ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച ജോഷുവ ദൈവത്തിന്റെ മൂർച്ഛിത ജ്ഞാനത്താൽ നിറഞ്ഞ നേതാവായി ഉയർന്നു. ജനത അവനെ അനുസരിച്ചു. ഇതാണ് ദൈവികമായ കൈമാറ്റത്തിന്റെ സാക്ഷ്യം. ഒരു വ്യക്തി വിടുമ്പോൾ ഉണ്ടായ ശൂന്യത ദൈവം മറ്റൊരാളിലൂടെ പൂരിപ്പിക്കുന്നു. പഴയ വാതിൽ അടയുമ്പോൾ പുതിയൊരു വാതിൽ തുറക്കപ്പെടുന്നു. സഭയുടെ ചരിത്രത്തിലും കുടുംബങ്ങളിലും ഇതെന്തെല്ലാം സംഭവിക്കുന്നു. ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് വിശ്വാസവും ഉത്തരവാദിത്വവും കൈമാറപ്പെടുന്നു. ഇന്നത്തെ സുവിശേഷം ഈ സന്ദേശത്തെ പ്രായോഗിക തലത്തിലേക്ക് നയിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 18-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു. നിന്റെ സഹോദരൻ നിനക്കെതിരെ പാപം ചെയ്താൽ ആദ്യം നീയെയും അവനെയും മാത്രമായിരിക്കും പോയി അവന്റെ പാപം ബോധ്യപ്പെടുത്തുക. അവൻ കേൾക്കുകയാണെങ്കിൽ നീ അവനെ നേടിയിരിക്കുന്നു. കേൾക്കാതെ പോവുകയാണെങ്കിൽ 2 3 സാക്ഷികളെക്കൊണ്ട് വീണ്ടും പരിശോധിക്കുക. അവരെയും കേൾക്കാതെ പോയാൽ സഭയോട് പറയുക. അവൻ സഭയെയും അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ നിനക്ക് വിദൂരനായി മാറട്ടെ. സത്യമായി ഞാൻ പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും. ഈ വചനങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഐക്യം, ദൈർഘ്യമുള്ള വിശ്വാസം, അനുകമ്പ, പ്രതിഫലമല്ല. നമുക്ക് ചെയ്യേണ്ടത് പ്രാർത്ഥനയോടെ, സത്യസന്ധമായി, തന്റെ ധ്യാനത്തിലൂടെ. നിങ്ങൾ ഭൂമിയിൽ എന്ത് നയിച്ചാലും അത് സ്വർഗത്തിലും നിശ്ചിതമായി പ്രതിഫലിക്കും. വീണ്ടും സത്യമായി ഞാൻ പറയുന്നു, നിങ്ങളിൽ 2 പേർ ഐക്യത്തോടെ എന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ സ്വർഗസ്ഥ പിതാവിൽ നിന്ന് അത് നിങ്ങൾക്ക് ലഭിക്കും. കാരണം 2 3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് ഞാനുണ്ട് എന്ന് വചനത്തിൽ പ്രത്യക്ഷമാക്കിയിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇത് ബന്ധങ്ങളെ വീണ്ടെടുക്കുന്ന, പ്രത്യേകിച്ച് മുറിപ്പോയ ബന്ധങ്ങളെ ശരിയാക്കുന്ന ഒരു മാസ്റ്റർ ക്ലാസ് ആണ്. ഒരു കുടുംബമോ സമൂഹമോ നിലനിൽക്കുന്നത് അംഗങ്ങളുടെ ഐക്യത്തിലും സ്നേഹത്തിലുമാണ്. ആ ഐക്യത്തിൽ വിള്ളൽ വരുമ്പോൾ എങ്ങനെ പ്രതികരിക്കണം എന്നതിന്റെ വഴികാട്ടിയാണ് ഈശോ നൽകിയിരിക്കുന്നത്. ആദ്യം ചെയ്യേണ്ടത്, നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ആ പാപം അവനോട് നേരിട്ട് സംസാരിക്കുക. ഇതാണ് എല്ലാവരും ഒഴിവാക്കാറുള്ള എന്നാൽ ഏറ്റവും മൂല്യവത്തായ മാർഗം. ജീവിത പങ്കാളി, സഹപ്രവർത്തകൻ, മക്കൾ ഒരാൾ തെറ്റ് ചെയ്താൽ ആദ്യം അവരുടെ മുമ്പിൽ സ്നേഹപൂർവ്വം വെളിപ്പെടുത്തുക. നീ ചെയ്ത കാര്യം എനിക്ക് വേദന നൽകുന്നു എന്ന് മനസ്സിലാക്കി പറയുക. മറ്റുള്ളവരോടോ സമൂഹമാധ്യമങ്ങളിലോ ആരോപണം പരത്താനല്ല, മറിച്ച് അവരെ വീണ്ടെടുക്കാനും
ഐക്യത്തിലേക്കും സ്നേഹത്തിലേക്കും എത്തിക്കാനാണ്. ഉദാഹരണമായി, ഒരു ഓഫീസിൽ അലക്സും ബിനോയും ഒരു പ്രോജക്റ്റിൽ ചേർന്ന് പ്രവർത്തിക്കുന്നു. ബിനോ അലക്സിന്റെ ഏകദേശം ഏറ്റെടുത്ത ക്രെഡിറ്റ് കാരണം ദേഷ്യപ്പെടുന്നു. എന്നാൽ ഈശോയുടെ മാർഗം പറയുന്നത് നേരിട്ട് സ്നേഹത്തോടെ അവനോട് സംസാരിക്കുക. പ്രശ്നം പൊരുത്തപ്പെടാനും ബന്ധം വീണ്ടെടുക്കാനും ശ്രമിക്കുക. തർക്കത്തിൽ ജയിക്കുക അല്ല, ബന്ധം നിലനിർത്തുക ലക്ഷ്യമാക്കുക. ഈ പാഠം നമ്മുടെ എല്ലാ ബന്ധങ്ങളിലും പ്രയോഗിക്കാവുന്നതാണ്. സ്നേഹം, ഐക്യം, പരസ്പര ബോധ്യം ഇവയിലൂടെ മാത്രമാണ് ജീവിതത്തിൽ ഒരു സംഘം ജീവനക്കാർക്കിടയിൽ തെറ്റായ മനോഭാവം വളരുമ്പോൾ പ്രശ്നങ്ങൾ എങ്ങനെ വഷളാക്കപ്പെടുന്നുവെന്ന് ബിനോയും അലക്സിന്റെ ഉദാഹരണം വ്യക്തമാക്കുന്നു. ബിനോ അലക്സിനെക്കുറിച്ച് മറ്റുള്ളവരോട് പരാതി പറയാൻ തുടങ്ങിയത് ഇരുവരുടെ ബന്ധം പൂർണ്ണമായും തകർന്നതിന് കാരണമായി. എന്നാൽ ഈശോയുടെ മാർഗം പ്രകാരം ബിനോ ആദ്യഘട്ടത്തിൽ തന്നെ അലക്സിനെ തനിച്ചു വിളിച്ച് സ്നേഹപൂർവം, "അലക്സ, ആ പ്രോജക്റ്റിൽ എനിക്ക് പങ്കുണ്ടായിരുന്നു. എന്നാൽ എന്റെ പേരിനെ പരാമർശിക്കാത്തത് എനിക്ക് വിഷമം നൽകുന്നു" എന്ന് പറഞ്ഞു. എന്നെങ്കിൽ തെറ്റിദ്ധാരണയും പരസ്പരഭ്രാന്തിയും ഒഴിവാക്കാമായിരുന്നു. രണ്ടാമതായി, ആദ്യ ശ്രമം ഫലപ്രദമാകാതെ പോയാൽ ഒന്നോ രണ്ടോ പേരെ കൂടെ കൊണ്ടുപോകുക എന്നാണ് വചനം പറയുന്നത്. ഇത് ആക്രമണത്തിനല്ല, മറിച്ച് നിലപാട് വസ്തുനിഷ്ഠമായി കാണാനും സമാധാനം സൃഷ്ടിക്കാനും പക്വതയുള്ളവരെ സാക്ഷികളാക്കാനും വേണ്ടതാണ്. പലപ്പോഴും കുടുംബ പ്രശ്നങ്ങളിലും ദമ്പതികളുടെ തർക്കങ്ങളിലും നിഷ്പക്ഷമായ ഒരു മധ്യസ്ഥന്റെ സാന്നിധ്യം പരിഹാരത്തിന്റെ വാതിലുകൾ തുറക്കാറുണ്ട്. അവസാന ഘട്ടത്തിൽ അതുപോലും പരാജയപ്പെടുകയാണെങ്കിൽ സഭയോട് പറയുക എന്ന നിർദ്ദേശം നൽകുന്നു. ഇവിടെ സഭ എന്നാൽ ഒരു കെട്ടിടമോ സംഘടനയോ മാത്രമല്ല, വിശ്വാസികളുടെ ഐക്യവും ആത്മീയ സമൂഹവുമാണ്. ആത്മീയ ശക്തിയും പ്രാർത്ഥനയുമായുള്ള സമൂഹം ഒരാളുടെ മനസ്സിൽ മാറ്റം വരുത്താനും പക്വമായ പരിഹാരത്തെ പിന്തുണയ്ക്കാനും സഹായിക്കുന്നു. ഇത് ശിക്ഷയല്ല, മറിച്ച് സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും. ഇതെല്ലാം ശ്രമിച്ചാലും ഫലമുണ്ടാകാതെ പോകുകയാണെങ്കിൽ ഈശോ പറയുന്നു, "അവൻ നിനക്ക് ഒരു വിജാതീയനെയോ ചുങ്കക്കാരനെയോ പോലെ ആയിരിക്കട്ടെ." എന്നാൽ ഇത് വെറുപ്പോ ശിക്ഷയോ പ്രചരിപ്പിക്കാനുള്ള നിർദ്ദേശമല്ല. വിജാതീയരോടും ചുങ്കക്കാരോടും എങ്ങനെയായിരുന്നു ഈശോ പെരുമാറിയത്? അവരെ സ്നേഹത്തോടെ സമീപിച്ച് അവരെ ദൈവത്തിന്റെ കരങ്ങളിൽ ക്ഷണിച്ചു. അതായത്, വ്യക്തിയെ അദ്ദേഹത്തിന്റെ വഴിക്ക് വിടുക, പക്ഷെ അവനോടുള്ള സ്നേഹം, പ്രാർത്ഥന, പ്രതീക്ഷ എല്ലാം നിലനിർത്തുക. ഒരു നാൾ അവൻ തിരികെ വരുമെന്ന വിശ്വാസത്തോടെ അവനെ ദൈവത്തിലേക്ക് സമർപ്പിക്കുക. തുടർന്ന് ഈശോയുടെ വാഗ്ദാനം ശ്രദ്ധേയമാണ്: "നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും." ഇതിലൂടെ സഭയിലോ ഈശോ 2-3 പേർ അവന്റെ നാമത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉറപ്പ് ഉണ്ടാകുമെന്നും പറയുന്നു. കാരണം അവിടെ അവനാണ് ഉണ്ടാകുന്നത്. തർക്കങ്ങളിലോ പ്രശ്നങ്ങളിലോ നാം ഒരുമിച്ചുള്ള പ്രാർത്ഥനയിൽ സജീവമായാൽ ഈശോയുടെ സാന്നിധ്യം മുറിവുകളെയും കെട്ടുകളെയും ഉണക്കുകയും ബന്ധങ്ങളെ പുതുക്കുകയും ചെയ്യും. കുടുംബ പ്രശ്നങ്ങളിലോ സംഘത്തിലെ സംഘർഷങ്ങളിലോ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്ന മനോഭാവമാണ് ഈശോ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പ്രശ്നങ്ങളെ മറക്കാതെ സ്നേഹത്തോടെയും ഐക്യത്തോടെയും നേരിടുന്ന മനോഭാവം നമുക്ക് സന്തോഷവും ഐക്യവും നൽകുന്ന വഴി. സ്നേഹമുള്ളവരെ, ഇന്നത്തെ 2 വായനകളെയും ഒന്നിച്ചു നോക്കുമ്പോൾ നമുക്ക് ഒരു ഗാഢമായ പാഠം പ്രത്യക്ഷപ്പെടുന്നു. മോശ എന്ന വലിയ നേതാവ് ഇല്ലാതായപ്പോൾ ഇസ്രായേൽ ജനത ജോഷുവയുടെ നേതൃത്വത്തിൽ ഒരുമിച്ച് മുന്നോട്ടു പോയത് നമ്മോട് പറയുന്നു. സമൂഹം ഒരാളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് അല്ല, മറിച്ച് ദൈവത്തിന്റെ മഹത്തായ പദ്ധതിയിലേക്കുള്ള വിശ്വാസം സമൂഹത്തെ ഐക്യപ്പെടുത്തിയിരിക്കുന്നു. ഈ തത്വമാണ് ഈശോ തന്റെ സഭയിലൂടെ
നമുക്ക് പഠിപ്പിക്കുന്നത്. സഭ ഒരു വ്യക്തിയിലേക്കല്ല, ക്രിസ്തുവിന്റെ ശരീരത്തിലേക്കാണ് ആശ്രയിച്ചിരിക്കുന്നത്. അവയവങ്ങളായി നമ്മൾ ഓരോരുത്തരും പരസ്പരം താങ്ങാനും സഹായിക്കാനും തയ്യാറാകണം. മോശയുടെ കാലത്ത് നിയമങ്ങൾ പുറംപോക്കിലെ കൽഫലകങ്ങൾ മോശവാഗ്ദാനഭൂമി ദൂരെ നിന്നു കണ്ടതുപോലെ ഇന്ന് ഈശോ നമ്മോടൊപ്പം വസിക്കുന്ന ദൈവരാജ്യം, സ്വർഗത്തിന്റെ അനുഭവം നമ്മുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും അനുഭവപ്പെടാൻ സാധിക്കുന്നു. 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിക്കുന്നിടത്ത് ഞാനുണ്ട് എന്ന വചനത്തിലൂടെ ഇത് വ്യക്തമാകുന്നു. അതിനാൽ ഇന്നത്തെ വചനം നമ്മോട് ചോദിക്കുന്നത് എന്താണെന്ന് പരിശോധിക്കാം. ആരുമായോ ഉള്ള പിണക്കങ്ങൾ ഇന്നു മുതൽ നേരിൽ സംസാരിക്കേണ്ടതാണ്. മറ്റാരോടും പരസ്യമായി ആരോപണമൊഴിക്കുക അല്ല. ഒരുപക്ഷേ ഒരു ഫോൺ കോൾ മതിയാകും, അല്ലെങ്കിൽ ഒരു സന്ദേശം. നമുക്കൊന്ന് സംസാരിക്കാമോ എന്നു പറഞ്ഞാൽ തകർന്നുപോയ ബന്ധങ്ങൾ വീണ്ടെടുക്കാൻ കഴിയുമെന്ന് അനുഭവം. കുടുംബങ്ങളിലും സഭയിലും പ്രാർത്ഥന കരുണയും സ്നേഹവും നിറഞ്ഞ സ്വർഗീയ പിതാവേ, നിങ്ങൾ നൽകിയ ഈ മഹത്തായ വചനത്തിനും അനുഗ്രഹത്തിനും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. മോശയിലൂടെ നിങ്ങളുടെ ജനത്തെ നയിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതയാത്രകളിലും നിങ്ങൾ ഞങ്ങൾക്ക് തുണയും മാർഗദർശനവും നൽകണമെന്നും പ്രാർത്ഥിക്കുന്നു. വാഗ്ദാനങ്ങൾ നൽകുന്നതിലും പാലിക്കുന്നതിലും വിശ്വസ്തനായ ദൈവമേ, ജീവിതത്തിലെ പ്രതിസന്ധികളിലും അടഞ്ഞ വാതിലുകളിലും നിങ്ങൾ പുതിയ വഴി തുറന്നുകൊടുക്കുമെന്ന വിശ്വാസം നമ്മിലേക്ക് നിറക്കൂ. കർത്താവായ യേശോ, മുറിപ്പെട്ട ബന്ധങ്ങളെ സ്നേഹപൂർവം വീണ്ടെടുക്കാൻ പഠിപ്പിച്ചതിന് നന്ദി. മറ്റുള്ളവരെ വിധിക്കാനും കുറ്റപ്പെടുത്താനും ഉള്ള പ്രവണത ഞങ്ങൾക്കിൽ നിന്ന് അകറ്റുക. പകരം